എന്നത്തേന്ന് വ്യത്യസ്തമായിട്ട് ഇന്നൊരു മാംഗോ കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. എന്നും ഞാൻ കേക്കിൻ്റെ ഡെക്കറേഷനല്ലേ കൂടുതലായിട്ട് കാണിക്കുന്നത്. റെസിപ്പി വീഡിയോ കാണിക്കുന്നുണ്ട്, എന്നാലും കൂടുതലായിട്ട് ഞാൻ ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നൊരു മാംഗോ കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മാംഗോ കേക്ക് എന്തായാലും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം, എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. അതെനിക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തുള്ളൂ. ഇത് 1/2 kg വെയിറ്റ് വരുന്നൊരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ബേക്ക് ചെയ്യുന്നതും പിന്നെ ഫ്രോസ്റ്റിങ്ങും ഫില്ലിങ്ങും കൊടുക്കുന്നതും ഡെക്കറേഷൻ, അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ 1/2 kg ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഒരു പ്രാവശ്യം ഞാൻ അരിച്ചെടുക്കണുള്ളൂ. പിന്നെ വേണ്ടത് അതേ കപ്പിൽ തന്നെയാണ് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടിയാണ് വേണ്ടത്. ഞാൻ പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് പൊടിച്ച് വെച്ചേക്കും, അങ്ങനെയാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ഒരു ദിവസം തന്നെ കൂടുതൽ ഓർഡർ വരികയാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. ഒരുപാട് പൊടിച്ച് വയ്ക്കില്ല, എന്നാലും നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ, നമുക്ക് ഡെയിലി എത്ര കേക്ക് കാണുമെന്നൊക്കെ അറിയാം. അതനുസരിച്ച് ഒന്ന് പൊടിച്ച് വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 kg ആയതുകൊണ്ട് 2 മുട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത്. 1 kgക്ക് നമ്മൾ 4 മുട്ട എടുക്കാറുണ്ട്. അപ്പോൾ ഇതിന് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മാംഗോ എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാംഗോയുടെ നമുക്ക് ഈ ടൈഗറിൻ്റെ ചെറിയ ബോട്ടിൽ എമൽഷൻ ഉണ്ടല്ലോ, അത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്നും കൂടി 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മാംഗോയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്കിലും ക്രീമിലും എല്ലാം നമുക്കിത് ആഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ എമൽഷൻ നമുക്ക് കേക്ക് ഷോപ്പിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇതുണ്ട്. ഇത് പല ഫ്ലേവറിൽ വരണുണ്ട്. ബദാമിൻ്റെ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, മാംഗോ, പിസ്ത, ബട്ടർ സ്കോച്ച്, അങ്ങനെ ഒരുപാട് ഫ്ലേവറിൽ നമുക്ക് കിട്ടും. ഇത് കേക്ക് ഷോപ്പിലല്ലാതെ എല്ലാ കടകളിലും ചോദിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇതിങ്ങനെയുള്ളതൊക്കെ. മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബൗളൊന്ന് ചരിച്ച് പിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായി വരേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ 2 മുട്ടയല്ലേ ഉള്ളൂ. അപ്പോൾ ആ എല്ലാം ബാറ്ററും കൂടി ഒരു വശത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബീറ്റായി കിട്ടും. ഇത് നമ്മൾ ബൗൾ നേരെ വെക്കുന്ന സമയത്ത് അത് പല വശങ്ങളിലായിട്ട് പോയി നിൽക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ബീറ്റായി വരാൻ നല്ല ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് നല്ല രീതിയിൽ ബീറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മഞ്ഞ കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറിലോട്ട് വരും. ഇത് നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വരും. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പത പോലെ വന്നതിന് ശേഷം, നല്ല ബീറ്റായി വന്നതിന് ശേഷം മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാവുള്ളൂ. പഞ്ചസാര ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എത്രത്തോളം നമുക്ക് ഓരോ ബാച്ചും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമോ. നിങ്ങൾ 2 or 3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു അല്പം 1 or 2 സ്പൂൺ ഇട്ട് കൊടുക്കുക, അതൊന്ന് ബീറ്റായ ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ എത്ര നമുക്ക് കുറച്ചിടാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പഞ്ചസാര നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് 1 or 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ മുട്ട നല്ല രീതിയിൽ പതഞ്ഞു വന്നിട്ടില്ലേ, നല്ല രീതിയിലാണ് മുട്ട അങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുന്നത്. അത് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതങ്ങ് താഴ്ന്നു പോകും. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിയിൽ അങ്ങ് താഴ്ന്നു പോകും. ആ മുട്ട പതഞ്ഞ് എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ പൊങ്ങി നിൽക്കുന്നുണ്ടോ അതനുസരിച്ചാണ് നമ്മുടെ കേക്കും നല്ല രീതിയിൽ സോഫ്റ്റ് ആവുന്നതും കേക്കിന് ഹൈറ്റ് ഉണ്ടാവുന്നതും. അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ച് വേണം ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ. അതായത് എത്രത്തോളം നമ്മൾ കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര നല്ല രീതിയിൽ ബീറ്റായി വരണം. കാരണം നമ്മൾ ഇട്ട് കൊടുത്ത പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിലും അത് ആ മുട്ടയുമായിട്ടൊന്ന് യോജിച്ച് ഒന്നും കൂടി ഒന്ന് മെൽറ്റായി ഫുള്ളായിട്ട് അത് രണ്ടും കൂടി ഒന്ന് യോജിച്ച് കിട്ടണം. അത്രയും നേരം നമ്മൾ നല്ല രീതിയിൽ വീണ്ടും ബീറ്റ് ചെയ്ത് വരണം. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ബാറ്റർ ഒന്നും കൂടി ഒന്ന് നല്ല പൊങ്ങി വരും. ആ മുട്ട പൊങ്ങി വന്നത് താഴ്ന്നു പോകാത്ത രീതിയിൽ വേണം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. അതങ്ങനെ നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വന്ന ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തോന്നാണ്, ഓയിലാണ്. ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ്, അതായത് പഞ്ചസാര അത്രയും നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്, പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യില്ല, ഒന്ന് മിക്സ് ആവണം. അതായത് ഈ ഓയിലും ആ ഒരു ബാറ്ററും തമ്മിൽ ഒന്ന് മിക്സാക്കി എടുക്കണം, എല്ലായിടവും ഒന്ന് മിക്സാക്കി എടുക്കണം. അത്ര ടൈം മാത്രമേ അത് ബീറ്റ് ചെയ്യാവൂ.
അപ്പോൾ ഓയിൽ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1.5 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്യും. ആ ബീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇതേപോലെ ഓവനായാലും സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നതെങ്കിൽ അതായാലും ഒന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഏതിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്നത് അതും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി വെക്കും. എന്നിട്ട് നമുക്ക് മൈദയുടെ മിക്സ് ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഓവനായാലും പ്രീ ഹീറ്റ് ആവും, നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെക്കുന്ന പാത്രമായാലും നല്ലോണം ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ പിന്നെ വിസ്ക് എടുക്കുന്നില്ല, ഇത് വെച്ചിട്ട് തന്നെയാണ് അത് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കൊരു 1/4 കപ്പ് വേണ്ട, ഒരു 1/8 കപ്പ് വെള്ളം അല്ലെങ്കിൽ പാല്, ഇതിൽ ഏതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കണം. തണുപ്പ് മാറിയിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ നിന്നും ഒരു ജസ്റ്റ് ഒന്ന് ചൂടായി വരണം, അതിൻ്റെ തണുപ്പൊന്ന് മാറി കിട്ടണം. അല്ലാതെ ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ തണുപ്പ് മാറി ഒന്ന് ഇളം ചൂട് ആ ഒരു രീതിക്ക് വേണം. അപ്പോൾ അതും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ മൈദയുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് പതുകിയെ അത് മുകളിലേക്ക് വേണം മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കാൻ. ഒരുമിച്ച് നമ്മളിങ്ങനെ എടുത്തിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് താഴ്ന്ന് മുട്ടയ്ക്ക് ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ എറിഞ്ഞു കൊടുക്കരുത്, അതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഇടുമ്പോൾ അങ്ങനെ താഴ്ന്നു പോകുന്ന പേടിയുണ്ടെങ്കിൽ നമുക്ക് അരിപ്പ് വെച്ചിട്ട് വീണ്ടും ഇതിൻ്റെ മീതെ കൂടി തന്നെ അരിച്ചിട്ട് കൊടുത്താലും മതി. 1/2 kg ആയതുകൊണ്ട് തന്നെ നമുക്ക് പാലായാലും വെള്ളമായാലും 1/8 കപ്പ് മതി. 1 kgക്ക് നമ്മൾ 1/4 കപ്പാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിന് 1/8 മതി. അപ്പോൾ ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ പതിയെ രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുക്കുമ്പോൾ നമ്മൾ ഓവറായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആ മുട്ട പൊങ്ങി വന്ന് നിൽക്കുന്നത് താഴ്ന്നു പോകരുത്. അത് ശ്രദ്ധിച്ചു വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പതിയെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സൈഡിലിരിക്കുന്നതും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി ഒരേ ലെവലിൽ തന്നെ ഒരേ സൈഡിലേക്ക് തന്നെയാണ് നമ്മൾ മിക്സാക്കി കൊടുക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരാൻ പാടില്ല. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ഫുള്ളായിട്ട് ലാസ്റ്റ് വരെയും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് ഫ്ലേവർ കുറഞ്ഞു പോയി എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഒരു ഇളം ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പും കൂടി ഞാൻ മാംഗോയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചിട്ടാണ് ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് മൈദയുടെ മിക്സ് ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് വെള്ളം നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വെള്ളമായാലും പാലായാലും അവസാനം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മൈദയുടെ മിക്സ് ആയിരിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ വിസ്ക് വെച്ച് നമ്മൾ എത്ര മിക്സ് ചെയ്തെടുത്തിരുന്നാലും അതിൻ്റെ അടിവശത്ത് ഈ ഓയിലും വെള്ളവും ഒക്കെ അതിൻ്റെ അടിവശത്തൊന്ന് പോയി കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് ഒന്ന് മിക്സാക്കി ഏകദേശം എല്ലാം കൂടി ഒന്ന് മിക്സായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസ്ക് മാറ്റിയ ശേഷം ഒരു സ്പാച്ചുല വെച്ച് ബാറ്റർ ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ബാറ്റർ നമുക്ക് നല്ല രീതിയിലൊന്ന് റെഡിയായി കിട്ടും. ഇതിന് മുന്നേ തന്നെ നമ്മൾ ടിന്ന് റെഡിയാക്കി വെച്ചേക്കണം. ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ടിന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ തന്നെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് സൈഡിലും സെൻറ്ററിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ ബാറ്റർ റെഡിയായ ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. കൈ പൊള്ളാത്ത രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ എനിക്കിന്ന് ഈ ഒരു ഓർഡർ മാത്രം 1/2 kgയുടെ ഈ ഒരു ഓർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓവൻ യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. കൂടുതലും ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് മാത്രം ആയതുകൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഓവൻ യൂസ് ചെയ്യാതെ ഇത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈഡിലിരിക്കുന്നതും എല്ലാം കൂടി ഈ സ്പാച്ചിൽ യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബൗളിലുള്ളത് ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതിനൊരു ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ സ്പാച്ചില. ഇപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഹൈയിലാണ്. അപ്പോൾ നമ്മൾ ബാറ്റർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അത് ആദ്യം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. 1 മിനിറ്റ് നമുക്ക് മീഡിയത്തിൽ വെച്ചതിന് ശേഷം പിന്നെ അത് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. ഫുള്ളായിട്ട് ആദ്യമേ തന്നെ സിമ്മിലേക്ക് മാറ്റുന്നേക്കാളും 1 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ സിമ്മിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ പാത്രത്തിൻ്റെ അടപ്പിൽ എന്തെങ്കിലും ഹോളുണ്ടെങ്കിൽ അത് എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കണം. അതുവഴി ചൂട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് അടച്ചു കൊടുക്കുക. എനിക്ക് ഈ ഗ്ലാസിൻ്റെ ലിഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ളിൽ കൂടെ കാണാൻ പറ്റും ബേക്കായി വന്നോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ടൈമൊന്നും സത്യത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് എത്ര ടൈം എടുത്തു. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റിനുള്ളിലൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നണത്. 1/2 kg കേക്ക് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഈ പോട്ടിൻ്റെയും വലിയൊരു ബിരിയാണി പോട്ടുണ്ട്, അത് ഞാൻ 1 kg ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെയും ഗ്ലാസിൻ്റെ ലിഡാണ്. അതുകൊണ്ട് എനിക്ക് അതിനുള്ളിൽ കൂടെ കേക്ക് ബേക്കായി വന്നോ ഹൈറ്റ് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്ക്വയർ വെച്ചിട്ട് ബാറ്ററിലൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ അടച്ചു വെച്ച് കൊടുക്കുക.
ബാറ്റർ ഒഴിച്ചു കൊടുത്ത സമയത്ത് ടിന്നിൻ്റെ പകുതി ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഒരു 7 മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് ടിന്നിൻ്റെ മുകൾ വശം വരെ കേക്ക് ഹൈറ്റിൽ പൊങ്ങി വന്ന് നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 മിനിറ്റും കൂടി വെച്ചേക്കേണ്ടതുണ്ട്. അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അതിങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് കാണുമ്പോൾ അറിയാൻ പറ്റും അത് ഫുള്ളായിട്ട് ബേക്കായി വന്നിട്ടുണ്ടോ എന്നുള്ളത്. അത് കുറേ കേക്ക് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആവുന്നതാണ്. അതങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേക്ക് ബേക്കായി വന്നോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് എന്നാലും ഞാൻ സ്ക്വയർ വെച്ച് കുത്തി നോക്കും കേട്ടോ. എനിക്കതൊരു അങ്ങനെ പണ്ടേ ചെയ്ത് ശീലിച്ചതുകൊണ്ടായിരിക്കും. കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് എന്ന്. എന്നാലും ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അതിനകത്ത് പറ്റി പിടിച്ചൊന്നും ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ ബേക്കായി വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും പറ്റി പിടിച്ചിരിപ്പ് ബാറ്റർ എന്തെങ്കിലും അതിനകത്ത് പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അടച്ചിട്ടിട്ട് 3-4 മിനിറ്റും കൂടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബേക്കായി വന്നോളും. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ടിന്ന് നല്ല ചൂടായല്ലേ ഇരിക്കുന്നത്. ആ ചൂട് തട്ടിയിട്ട് വീണ്ടും ഇതൊന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുളുങ്ങി വരും കേക്ക്. അങ്ങനെ ചുളുങ്ങി വരുന്ന നമ്മൾ ആ ബട്ടർ പേപ്പർ മാറ്റാതെയോ ടിന്നിൽ നിന്ന് മാറ്റാതെയോ ഇരിക്കുന്ന സമയത്താണ് കൂടുതലും അങ്ങനെ വരുന്നത്. ആ കുറച്ചും കൂടി ചൂട് തട്ടിയിട്ട് കേക്ക് ഒന്ന് ചുളുങ്ങി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അതിൽ നിന്ന് മാറ്റിയ ശേഷം ഇതേപോലെ ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റി കൊടുത്തിട്ട് കേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കേക്ക് ടിന്നിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോഴാണ് കേക്ക് ടിന്നിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കേക്ക് ബേക്കായി വരുന്ന സമയത്ത് കേക്ക് ടിന്നിൻ്റെ ഫുള്ളായിട്ട് വരും. ഒരുപക്ഷെ നമ്മളങ്ങനെ ഒഴിക്കുന്ന സമയത്ത് കൂടുതൽ വരും എന്ന് ബാറ്റർ ചെയ്ത് വരുമ്പോൾ തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിലും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇടുന്ന സമയത്ത് കേക്ക് ടിന്നിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് പേപ്പർ ഇട്ട് കൊടുക്കുക, ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊങ്ങി വരുമ്പം ടിന്നിൻ്റെ വെളിയിലേക്ക് ഇങ്ങനെ ഒഴുകി പോകാതെ അത് ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് കുറച്ചും കൂടി ഹൈറ്റിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. എനിക്ക് ടിന്നിന് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഷുഗർ സിറപ്പാണ്. ഞാൻ എങ്ങനെയാണ് റെഡിയാക്കണതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഫുള്ളായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെയ്ത് വെക്കും. കാരണം നമുക്കത് ഫ്രിഡ്ജിലിരുന്നെന്ന് പറഞ്ഞ് വലിയ കംപ്ലൈൻ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. പെട്ടെന്ന് നമുക്ക് കേക്കിൻ്റെ ഓർഡർ വരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ചെയ്ത് പിന്നെ ഷുഗർ സിറപ്പ് തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഞ്ചസാര എന്തിലാണോ അളന്നെടുക്കുന്നത്, ഗ്ലാസ് ആയാലും കപ്പായാലും ബൗളായാലും എന്തിലാണോ നമ്മൾ പഞ്ചസാര അളന്നെടുക്കുന്നത് അതിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിക്കുക. അളന്നെടുക്കുന്നത് ഏതിലായാലും കുഴപ്പമില്ല. പക്ഷേ അതേ അളവിൽ തന്നെയാണ് അതേ ടിന്നിൽ തന്നെ നമുക്ക് വെള്ളം 2 ഇരട്ടി വയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. സാധാ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം പോരാ. നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് വെട്ടിത്തിളയ്ക്കുന്നവരെ ഇതേപോലെ വെട്ടിത്തിളയ്ക്കണം. ആ വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പിന്നെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തണുത്ത ശേഷം വേണം നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കേക്ക് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനല്ല, കേക്കിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീം തലേ ദിവസം ബീറ്റ് ചെയ്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ കേക്ക് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം സെൻറ്ററിലെ പീസാണ് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. അതെപ്പോൾ ചെയ്താലും ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്ററിലെ പീസ് ഫസ്റ്റ് ലെയറും പിന്നെ ഫസ്റ്റിലത്തെ ലെയർ ഉണ്ടല്ലോ അത് 2ാമത്തെ ലെയറായിട്ടും പിന്നെ ഏറ്റവും അവസാനത്തെ ലെയർ ഉണ്ടല്ലോ അത് ഏറ്റവും മുകളിലും അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മുകൾ വശത്ത് കേക്ക് ടിന്നിൻ്റെ അതേ നല്ല പരന്നാണല്ലോ ആ ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകൾ വശവും നല്ല ക്ലിയറായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. കാരണം നമ്മൾ കേക്ക് പൊങ്ങി വരുന്ന സമയത്ത് മുകളിലത്തെ ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയായിരിക്കും നിൽക്കുന്നത്. ആ ഭാഗം നമ്മൾ മുകളിൽ വെക്കുമ്പോൾ കേക്കിൻ്റെ ഷേപ്പ് മുകളിലത്തെ ടോപ്പിൽ വരുന്ന ഷേപ്പിനൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അടിയിലത്തെ ലെയറായിരിക്കണം ഏറ്റവും മുകളിൽ വരാനുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വെച്ച് കൊടുക്കുക. അത് നമ്മൾ കേക്ക് ടിന്നിൽ പരന്നിരിക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കും കേക്കിൻ്റെ മുകൾ വശവും ഇരിപ്പുള്ളത്. അത് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ ലെയർ ഫസ്റ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ക്രീമിലേക്ക് ഞാൻ കുറച്ച് മാംഗോയുടെ എമൾഷൻ ഉണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഈ കോഴി സമ്മതിക്കില്ല,
ഈ മാംഗോ കേക്കൊന്നും എനിക്ക് അധികം അങ്ങനെ ഓർഡർ വരുന്നതല്ല, വല്ലപ്പോഴൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സാധനങ്ങളൊന്നും അധികം വാങ്ങിച്ച് സൂക്ഷിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ക്രഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ മാംഗോ ബാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ബാർ വാങ്ങൂലേ, അതായത് വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങുന്നത് പോലെ തന്നെ മാംഗോയുടെ തന്നെ ചോക്ലേറ്റ് ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ട് വേറൊരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതിൽ ഞാൻ റെഡ് കളർ, അത് എനിക്ക് തോന്നുന്ന റെഡ് വെൽവെറ്റ് കേക്കിനായിരുന്നു. റെഡ് വെൽവെറ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഗനാഷ് റെഡിയാക്കിയതിലാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതേപോലെ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുത്തു. വീണ്ടും അതേപോലെ തന്നെ ഫില്ലിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പിൽ ഞാൻ മറ്റേ എമൽഷൻ ഉണ്ടല്ലോ, അത് 1-2 ഡ്രോപ്പ് അതിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടും ചെയ്തെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ തണുക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഗനാഷ് വെച്ച് കൊടുക്കാനുണ്ട് മുകളിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് നല്ല രീതിയിൽ തണുത്താൽ മാത്രമേ നമുക്ക് ഗനാഷ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കണം. അതിന് ഞാൻ വൈറ്റും ഡാർക്കും എടുത്തിട്ടുണ്ട്. 2 ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട്. മറ്റേത് കുറച്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1-2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് മെൽറ്റായി വരും. അങ്ങനെ മെൽറ്റായി വരുമ്പോൾ ഫുള്ളായിട്ട് മെൽറ്റായി വന്നിട്ടില്ല, അതിൽ കട്ടകൾ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് വേറൊരു ബൗളിലേക്ക് ഒന്ന് അരിച്ച് മാറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതായത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചോക്ലേറ്റ് ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ അതും ഒന്ന് മെൽറ്റായി വന്നോളും. അല്ല നമുക്ക് തിക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വീണ്ടും ചൂടാക്കി ഒന്നും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റിനും അതേപോലെ 1 സ്പൂൺ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതും ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്, കാരണം അതൊന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കും മറ്റേ എമൽഷൻ ഉണ്ടല്ലോ, അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഒരു 1/2 kg കേക്കല്ലേ, അപ്പോൾ അതിന് അത്രയും മതി എന്ന് എനിക്ക് കറക്റ്റ് ഒരു അളവ് എനിക്ക് നമ്മൾ കുറേ ചെയ്യുമ്പോൾ നമുക്കൊരു അളവും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിൽ വരും. ആദ്യമൊക്കെ നമ്മൾ അളന്നെടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കുറേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു അളവും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ചോക്ലേറ്റ് ആയാലും വിപ്പിംഗ് ക്രീം ആയാലും എടുത്തിട്ടുള്ളത്. കറക്റ്റ് അളന്നിട്ടൊന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഈ കേക്കിന് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം, ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തൊന്ന് അരിച്ച ശേഷം നമുക്ക് അതിലേക്ക് 1-2 ഡ്രോപ്പ് ഞാൻ എമൽഷൻ ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കളർ വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും 2 ഡ്രോപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം എഴുതാൻ വേണ്ടിയിട്ടായതുകൊണ്ട്. ഇനി നമുക്കത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിങ്ങനെ ഡ്രിപ്പായിട്ട് വീഴണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല തിക്കായിട്ടുള്ള ഗനാഷ് ആയതുകൊണ്ട് കേക്ക് നല്ല രീതിയിൽ തണുത്തതുകൊണ്ടും ഇങ്ങനെ ഡ്രിപ്പായിട്ട് വീഴണമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിൽ 1 സ്പൂൺ അങ്ങനെ ബൗളിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, പിന്നെ കുറച്ച് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതൊന്ന് മെൽറ്റായി വന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഓവൻ ചൂടായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്താലും മതി, പെട്ടെന്ന് അത് മെൽറ്റായി വരും. അത് മെൽറ്റായി വന്നതാണ് ഞാൻ ഇതേപോലെ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ചും കൂടെ ചൂടായ സമയത്ത് കുറച്ചും കൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തൊന്ന് ഡ്രിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ കേക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം ആ ഒരു ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റായി വരണം. കേക്കുമായിട്ടൊന്ന് സെറ്റായി വന്ന ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ എഴുതാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും ജസ്റ്റ് ഒന്ന് തണുത്ത് ഒന്ന് തിക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് എഴുതി കൊടുക്കുന്നത്. അത് ഒരു പൈപ്പിംഗ് ബാഗിനുള്ളിലാക്കിയിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഡ്രിപ്പ് ചെയ്യുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് വീഴണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്താലും മതി. എനിക്ക് പിന്നെ കറക്റ്റായിട്ട് വേണമെന്നൊന്നും തോന്നാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചില കേക്കൊക്കെ എനിക്ക് കറക്റ്റായിട്ട് വീഴണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനത് പാക്കിംഗ് ബാഗിലാക്കിയിട്ടാകുമ്പോൾ കറക്റ്റ് ഷേപ്പിന് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ നമുക്ക് എഴുതി കൊടുത്ത ശേഷം ഞാൻ പിന്നെ ചോക്ലേറ്റ് ഡെക്കറേഷൻ 2-3 ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം തീർന്നു പോയി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അതും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കുന്ന സമയത്ത്
എപ്പോഴും നമുക്ക് ഗ്ലിറ്റർ ഇല്ലാതെ വേറൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് ഗ്ലിറ്ററും കൂടി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് ഫോട്ടോയും എടുത്ത ശേഷം കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്ര വിശദമായിട്ടൊക്കെ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്ക് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നതൊക്കെ നിങ്ങൾക്ക് ബോറാവുമോ, നിങ്ങൾ വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്തായിരിക്കുമോ കാണുന്നതൊക്കെ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പക്ഷേ ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നവർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് ബോറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഇനിയുള്ള വീഡിയോസിലെല്ലാം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.